എൻ്റെ പേര് സിസ്റ്റർ നവീന. ഞാൻ CMC സന്യാസ സമൂഹത്തിലെ ഒരംഗമാണ്. ചങ്ങനാശ്ശേരി ഹോളിഗിൻസ് പ്രൊവിൻസിലെ അംഗമാണ്. ഇവിടെ കൂനന്താനത്തുള്ള ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ കൂനന്താനത്തുള്ള സങ്കേതം ആശ്രമം, ഇവിടെ 23 വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുന്നു. നാച്ചുറൽ ഫാമിംഗ്, അതാണ് എൻ്റെ ഒരാശയം. പ്രകൃതി കൃഷി, സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. ഇതിലൂടെ നമ്മൾക്ക് ശുദ്ധമായ ഭക്ഷണം, ഈ ഭക്ഷണം കഴിച്ച് നമ്മൾക്ക് രോഗമില്ലാത്തൊരു ജീവിതം, അതാണ് സ്വപ്നം. ശുദ്ധമായ ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുമ്പോൾ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ശത്രുകീടങ്ങളെ അകറ്റി നിർത്തി മണ്ണിലെ സൂക്ഷ്മജീവാണുക്കളെ വളർത്തിയെടുത്ത് മിത്രകീടങ്ങളെ വളർത്താൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ഈ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. ഇതൊരു സ്വാഭാവിക കൃഷിയാണ്. അവിടെ കർഷകൻ്റെ അധ്വാനം വളരെ കുറഞ്ഞ രീതിയിൽ ആവുകയും മറ്റ് ചിലവുകളൊന്നുമില്ലാതെ ഒരു നാടൻ പശുവിനെ വളർത്തി 30 ഏക്കർ വരെ നമ്മൾക്ക് കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കും. അതായത് ജീവാമൃതം, ബീജാമൃതം, ഘനജീവാമൃതം തുടങ്ങിയ സ്വാഭാവികമായിട്ടുള്ള വളർച്ചാ ത്വരകങ്ങളും അതുപോലെ തന്നെ മണ്ണിനെ സമ്പുഷ്ടമാക്കുന്ന, മണ്ണിലെ നിറഞ്ഞു നിൽക്കുന്ന സൂക്ഷ്മജീവികളെ വളർത്തിയെടുക്കാവുന്ന തരത്തിലുള്ള ഒരു കൃഷിരീതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് നാച്ചുറൽ ഫാമിംഗ് കൃഷിയിലൂടെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇതിലൂടെ എന്ത് ലഭിക്കാനാണ്, ഇത് സാധിക്കുമോ എന്നൊക്കെ. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു കൃഷിരീതി തന്നെയായിരുന്നു നമ്മളുടെ പൂർവികർ ചെയ്തിരുന്നത്. അപ്പോൾ മനുഷ്യന് രോഗം കുറവായിരുന്നു, അവിടെ ധാരാളം വിളവുകൾ കിട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ നല്ല രുചിയുള്ള, നല്ല നിറമുള്ള, മണമുള്ള ഭക്ഷണം നമ്മൾ കഴിച്ചിരുന്നു. അങ്ങനെ നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മളൊന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ മണ്ണിലുള്ള മണ്ണിര സ്വാഭാവികമായിട്ട് അവിടെ വളരുന്നു. അതുപോലെ തന്നെ സൂക്ഷ്മജീവാണുക്കളും അവിടെ യാതൊരുവിധ ഹിംസാത്മകമായ യാതൊരു പ്രവർത്തനങ്ങളും ഇല്ലാതെ ഇത് മണ്ണിൽ വളരുന്നു. 13 വർഷമായിട്ട് ഞാൻ ഇവിടെ ഈ നാച്ചുറൽ ഫാമിംഗ് രീതി അനുവർത്തിച്ചു പോരുന്നു. എനിക്ക് നാടൻ പശുക്കളുണ്ട്. അതായത് 3 തരത്തിലുള്ള നാടൻ പശുക്കൾ. ചെറുവള്ളി പശു, അതോടൊപ്പം തന്നെ വെച്ചൂർ പശു, കാസർഗോഡൻ കുള്ളൻ. അപ്പോൾ ഒരു പശു മതി. ഒരു പശുവിൻ്റെ ചാണകവും മൂത്രവും തന്നെ ഇവിടെ അധികമാണ്. പക്ഷേങ്കിൽ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഇത് കൊണ്ടുപോവുകയും കൃഷിയിൽ ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഈ കൃഷി ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവിധ പച്ചക്കറികളും ഇവിടെയുണ്ട്. പീച്ചൽ, പടവലം, കോവൽ, പാവൽ, അതോടൊപ്പം തന്നെ ഞാൻ റാഡിഷ് കൃഷി ചെയ്തു, തക്കാളിക്ക, പിന്നെ പൈനാപ്പിൾ, കുരുമുളക്, വാഴ. ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഈ ആശ്രമത്തിൽ ഞങ്ങൾക്കൊരു 15 പേരോളം ഡെയിലി ഭക്ഷണത്തിന് ആവശ്യമുണ്ട്. ഈ ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ ഏകദേശം മാർക്കറ്റിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങാത്ത രീതിയിൽ തന്നെ ഇവിടെ എനിക്ക് ഈ രീതിയിലുള്ള കൃഷി ചെയ്ത് സംതൃപ്തയായി ജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള കൃഷി ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് അധ്വാനിച്ച് ഇങ്ങനെ മണ്ണിൽ കിളച്ച് കാടെല്ലാം തെളിച്ച് മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമേ വരുന്നില്ല. മണ്ണിൻ്റെ സ്വാഭാവികത നിലനിർത്തുന്നു. അങ്ങനെ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മണ്ണിൽ നിന്നൊന്നിനെയും നമ്മൾ ഖനിക്കുന്നില്ല, ഒന്നിനെയും മാറ്റിക്കളയുന്നില്ല. അപ്പോൾ ഈ രീതിയിലുള്ളൊരു കൃഷി രീതി നമ്മൾക്കും അനുവർത്തിച്ചുകൂടെ? സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് അല്ലെങ്കിൽ പ്രകൃതി കൃഷി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്കിത് ചെയ്യാൻ സാധിക്കുക? നമ്മൾ ആദ്യമായി ഇതിനുള്ളൊരു വളം നിർമ്മിക്കുക. അതായത് ഇതിൻ്റെ വളം എന്ന് പറയുമ്പോൾ ജീവാമൃതം അല്ലെങ്കിൽ ഘനജീവാമൃതം നമ്മൾ അടിവളമായിട്ട് ഉപയോഗിക്കുന്നു. ഘനജീവാമൃതം ഉണ്ടാക്കുമ്പോൾ അതൊരു 100 കിലോ ചാണകം, നാടൻ പശുവിൻ്റെ ചാണകം തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു 5 ലിറ്റർ പശുവിൻ്റെ മൂത്രം, അതോടൊപ്പം തന്നെ 2 കിലോ ശർക്കര, 2 കിലോ ഇരട്ടപ്പരിപ്പുള്ള എന്തെങ്കിലും ഒരു വിത്തിനത്തിൻ്റെ പൊടിയെ, അതായത് മുതിരയോ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ വിത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ പൊടിച്ച് ചേർക്കുന്നു. ഇത് നമ്മൾ ചാണകവുമായിട്ട് മിക്സ് ചെയ്ത് തണലത്തിട്ട് ഉണക്കിയെടുത്ത് ചണച്ചാക്കിട്ട് അത് മൂടിയിടുന്നു. അപ്പോൾ ചണച്ചാക്കിട്ട് മൂടുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ഉണങ്ങി പൊടിഞ്ഞ് നല്ല കറുത്ത ഒരു പൊടിയായിട്ട് നമുക്ക് ലഭിക്കുന്നു.
ഇത് നമ്മൾക്ക് അടിവളമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇത് ഉരുട്ടിയെടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും ഇത് നമ്മൾക്ക് ഇതിൻ്റെ സൂക്ഷ്മ ജീവാണുക്കളാണിത്, അല്ലാതെ ഇതിന് വളമായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുക. ഇത് മണ്ണിലിട്ട് അടിവളമായിട്ടിട്ട് നമ്മൾക്ക് പച്ചക്കറികളും വാഴയോ ചേനയോ കപ്പയോ ചേമ്പോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് അടിവളമായിട്ട് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ നടുന്നു. നട്ടതിന് ശേഷം മുകളിൽ നമ്മൾ പുതയിടുന്നു, കരികില പുതയായിട്ടിടുന്നു. അതോടൊപ്പം കരികിലയോ പച്ചിലയോ നമ്മൾ പുതയിടുന്നു. ഈ പുതയുടെ മുകളിൽ 15 ദിവസം കൂടുമ്പോൾ, അതായത് ഇത് വിത്ത് കിളുത്ത് അല്ലെങ്കിൽ തൈ കിളുത്ത് ഇലകൾ വന്നതിന് ശേഷം അതിൻ്റെ രീതി അനുസരിച്ച് നമ്മൾ ജീവാമൃതം ഉണ്ടാക്കുന്നു. ജീവാമൃതം ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് 200 ലിറ്റർ വെള്ളം, 200 ലിറ്റർ ജീവാമൃതം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് 10 കിലോ ചാണകവും ഒരു 5 ലിറ്റർ ഗോമൂത്രവും 2 കിലോ പയറുപൊടിയോ അല്ലെങ്കിൽ മുതിരപ്പൊടിയോ അല്ലെങ്കിൽ 2 കിലോ ശർക്കരയ്ക്ക് പകരം നമ്മൾക്ക് മധുരമുള്ള അല്ലെങ്കിൽ പുളിക്കുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അതായത് പഴമോ അല്ലെങ്കിൽ ചക്കപ്പഴമോ പാളയംകോടൻ പഴമോ വാഴപ്പഴമോ കപ്പളങ്ങാപ്പഴമോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ മധുരത്തിന് അല്ലെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കിയതിന് ശേഷം വലത്തേക്ക് നമ്മൾ ഇളക്കുന്നു. രാവിലെയും വൈകുന്നേരവും ഇളക്കി വയ്ക്കുന്നു. 48 മണിക്കൂറിന് ശേഷം അത് 200 ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് ചണച്ചാക്കിട്ട് മൂടി വയ്ക്കുന്നു. ചണച്ചാക്കിട്ട് മൂടുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനുശേഷം നമ്മൾ 200 ലിറ്ററിൽ 1 ലിറ്ററിന് 10 ലിറ്റർ വെള്ളം എന്ന കണക്ക് നമുക്ക് ഒരു 70 മണിക്കൂറിനകം അല്ലെങ്കിൽ 3-4 ദിവസത്തിനകം ഇത് നമ്മൾ ചെടികൾക്ക് ഒഴിക്കുന്നു. ഇത് ഒരു മാസത്തിൽ 2 പ്രാവശ്യം, 15 ദിവസം കഴിയുമ്പോൾ ആദ്യത്തേതൊന്ന് ഒഴിക്കുന്നു, വീണ്ടും 15 ദിവസം കഴിയുമ്പോൾ അടുത്തത് ഒഴിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മൾക്ക് ഇലകൾ എല്ലാം ഇത് നമ്മൾക്ക് തളിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം വേനൽക്കാലമാണ് എന്നുണ്ട്, വേനൽക്കാലത്ത് നമ്മളിത് ഒഴിക്കുമ്പോൾ നന്നായിട്ട് നീട്ടി, ഇപ്പം 10-20 ലിറ്റർ 1 ലിറ്ററിന് 20 ലിറ്റർ വെള്ളം വരെ നന്നായിട്ട് നീട്ടി നമ്മൾക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ഓസ് വഴി ഇട്ട് കൊടുക്കുകയോ അത് നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യം പോലെ നമ്മൾക്കത് ചെയ്യാവുന്നതാണ്. മഴക്കാലത്ത് നമ്മൾ ഇത്രയും നീട്ടി ഒഴിക്കണമെന്നില്ല, കാരണം ഇഷ്ടംപോലെ വെള്ളം നമ്മൾക്ക് മഴയത്ത് കിട്ടുന്നത് കൊണ്ട് പക്ഷേ ഇത് ഒഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതയിട്ടതിന് ശേഷം, അതായത് പുത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം തോന്നും, എന്താണ് ഈ പുത? അതായത് ഒന്നെങ്കിൽ കരികില, നമ്മുടെ ചുറ്റുപാടും അടിച്ചു കൂട്ടുന്ന മാവിൻ്റെയും പ്ലാവിൻ്റെയും എന്തെങ്കിലുമൊക്കെ കരികിലകൾ കാണും, അല്ലെങ്കിൽ പച്ചിലകൾ കാണും, അല്ലെങ്കിൽ വാഴയുടെ ഇലകൾ കാണും. എന്തെങ്കിലും ഇലകളിട്ട് അതിൻ്റെ മുകളിലായിരിക്കണം നമ്മൾ ഈ ജീവാമൃതം ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം മണ്ണിലെയും സൂക്ഷ്മജീവാണുക്കളെയും മണ്ണിൽ വളർത്തി നിലനിർത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവാമൃതം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ലഭിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ്? നമ്മുടെ ശരീരത്തിന് എന്ത് നന്മ നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ മണ്ണിന് എന്ത് നന്മ ലഭിക്കുന്നു, അല്ലെ എൻ്റെ ആരോഗ്യത്തിന് എന്ത് നേട്ടമുണ്ടാകുന്നു, ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ശുദ്ധമായിട്ടൊരു കൃഷി, നിൻ്റെ ഭക്ഷണം നല്ലതാണെങ്കിൽ നിനക്ക് ഔഷധത്തിൻ്റെ ആവശ്യമില്ല, അതായത് മരുന്നിൻ്റെ ആവശ്യമില്ല. ഭക്ഷണം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളിലേക്ക് നമ്മൾ നന്മയായിട്ടുള്ള സാധനങ്ങൾ, ശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്കറിയാമല്ലോ, എവിടെ നോക്കിയാലും രോഗങ്ങളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ശുദ്ധമായ ഭക്ഷണം കഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. രാസവളങ്ങളും കീടനാശിനികളും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഹനിക്കുന്ന എന്തെല്ലാം വസ്തുതകൾ ചേർത്താണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾക്ക് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളുമെല്ലാം. പക്ഷേ ഈ ജീവാമൃതം കൊണ്ട് മണ്ണിന് നേട്ടമുണ്ട്. മണ്ണിൻ്റെ നേട്ടം എന്ന് പറയുന്നത് മണ്ണിൻ്റെ സുഹൃത്തുക്കളായ അല്ലെ മണ്ണിന് ആവശ്യമുള്ള, മണ്ണിന് വേണ്ടുന്ന മണ്ണിരെയും അതുപോലെ സൂക്ഷ്മജീവാണുക്കളെയും വളർത്തി അവർക്ക് സന്തോഷത്തോടുകൂടി മണ്ണിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. നമുക്കറിയാം, രാസവളം ഇടുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ അവസ്ഥ എന്താണ്? മണ്ണിര കിടന്ന് പിടയുന്നു, അത് ജീവന് വേണ്ടിയിട്ട് അത് ആക്രോശം വിളിക്കുന്നു. അതുപോലെ തന്നെ സൂക്ഷ്മജീവാണുക്കളെല്ലാം അത് നശിച്ചു പോകുന്നു. മണ്ണിൽ എന്താണ് മണ്ണിൽ ചെയ്യുക? അത് ഒരു സുഷിരത്തിലൂടെ താഴേക്ക് ഇറങ്ങുന്നു, മറ്റൊരു സുഷിരത്തിലൂടെ അത് മുകളിലേക്ക് കയറുന്നു. അങ്ങനെ മണ്ണിൻ്റെ വായു സഞ്ചാരത്തെ, അതുപോലെ തന്നെ മണ്ണിൻ്റെ അകത്തേക്കുള്ള
മിനറൽസിനെ അത് മണ്ണിൻ്റെ മുകളിൽ കൊണ്ടുവരുന്നു. ഇത് നമ്മുടെ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ മണ്ണിൽ വായുസഞ്ചാരം ഉണ്ടാകുന്നു, മണ്ണിൽ നല്ല ഇളക്കമുണ്ടാകുന്നു, മണ്ണ് ഉറച്ചതായിട്ട് തീരുന്നില്ല. ഇതാണ് മണ്ണിര നമ്മുടെ മണ്ണിൽ ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സൂക്ഷ്മജീവാണുകൾ ഇതിൻ്റെ വേരിന് ആവശ്യമായിട്ടുള്ള പോഷകാംശങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ രീതിയിൽ നോക്കുമ്പോൾ മണ്ണ് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് കൃഷി നന്നാക്കി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ജീവാമൃതം നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ മണ്ണിലെ ആ സൂക്ഷ്മജീവാണുക്കളെയും മണ്ണിരെയൊക്കെ വളരെ സന്തോഷത്തോടുകൂടി അവർ ജീവിക്കുന്നൊരവസ്ഥ. ഇപ്പം നമ്മൾക്കറിയാം, എവിടെയോട്ട് നോക്കിയാലും പണ്ടൊക്കെ ഉണ്ടായിരുന്നു ചിലന്തി വല കെട്ടി ശത്രുകീടങ്ങൾ വരുമ്പോൾ അതിനെ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കാണാനില്ല. പക്ഷേങ്കിൽ നമ്മുടെ മണ്ണിൽ നമ്മൾ ഈ രീതിയിലൊരു കൃഷി ചെയ്യുമ്പോൾ നമ്മൾക്ക് മിത്രകീടങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ശത്രുകീടങ്ങൾ വരാതിരിക്കുന്നു. അപ്പം നമ്മൾക്ക് നമ്മുടെ ചെടികൾ നമ്മൾ നടുമ്പോൾ നമ്മൾക്ക് കേടും അതുപോലെ തന്നെ കീടങ്ങളുടെ ആക്രമണവും നമുക്ക് കുറഞ്ഞിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നല്ല ശുദ്ധമായ ഭക്ഷണം, നല്ല നിറമുള്ള ഭക്ഷണം, നല്ല ഗുണമുള്ള ഭക്ഷണം, ഇതെല്ലാം നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നു. രാസവളങ്ങളും കീടനാശിനികളും നമ്മുടെ ആരോഗ്യത്തെ അത് ഹനിക്കുന്നു. ഈ രീതിയിലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങളാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് മാറുന്നു. അങ്ങനെ രോഗങ്ങൾ മാറുക മാത്രമല്ല, നമ്മൾ രോഗികളാകാതിരിക്കാനായിട്ടുള്ള ഒരു കാരണം കൂടി നമ്മൾക്കുണ്ടാകുന്നു. രോഗമുണ്ടാകുന്നില്ല. ഇപ്പം എവിടേക്ക് നോക്കിയാലും രോഗങ്ങളാണ്. അപ്പം രോഗം വന്നിട്ട് ഞാൻ ചികിത്സിച്ചു കൊള്ളാം. രോഗം വരാതിരിക്കാനായിട്ടുള്ള ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മണ്ണിനെ നന്നാക്കി നമ്മൾ കൃത്യമായിട്ടും നല്ല വിഷരഹിതമായ ഭക്ഷണം, അതായത് പോഷകാംശമുള്ള ഭക്ഷണം നമ്മൾ ഓരോ ദിവസവും കഴിച്ചാൽ നമ്മൾക്ക് രോഗങ്ങൾ വരാതിരിക്കും. ഇതാണ് ഈ ജീവാമൃതം ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ കൃഷി ചെയ്യുമ്പോഴുണ്ടാകുന്ന നമ്മൾക്ക് കിട്ടുന്നൊരു നേട്ടം. ജൈവ കൃഷിയും നാച്ചുറൽ ഫാമിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരു കാര്യം പോലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങാതെ നമ്മൾ കൃഷി ചെയ്യുന്നു. പാക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു സാധനങ്ങൾ പോലും നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ചോദിച്ചേക്കാം, ശർക്കരയോ അല്ലെങ്കിൽ പയറോ ഒക്കെ നമ്മൾ മാർക്കറ്റിൽ നിന്നല്ലേ വാങ്ങുക എന്നുള്ളത്. ശരിയാണ്. പക്ഷേ മറ്റ് പാക്കറ്റിലെ കമ്പനികൾ ഉണ്ടാക്കുന്ന ജൈവ കീടനാശിനികൾ എന്ന് പറയുന്നതോ അല്ലെ ജൈവ വളങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങളോ ഒന്നും നമ്മൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നേയില്ല. ഒരു നാടൻ പശു ഉണ്ടെങ്കിൽ അതിന് ചാണകവും മൂത്രവും ഉണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് ഏറെ ഫലഭൂയിഷ്ടമായി. അതാണ് ഈ കൃഷിയിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത്. രോഗമില്ലാത്ത അവസ്ഥ, ശുദ്ധമായ ഭക്ഷണം നമ്മൾക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ മണ്ണ് കൂടുതൽ ജൈവാംശമുള്ളതായിട്ട് മാറുന്നു. നമ്മൾക്ക് അവിടെ ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറ്റിലെ വെള്ളം പോലും, അതായത് നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മണ്ണിലേക്ക് ഇടുന്നതാണ് നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലൂടെ പോലും നമ്മൾക്ക് ലഭിക്കുക. നമ്മൾക്ക് നല്ല വെള്ളം ലഭിക്കുന്നു, നല്ല വായു നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സമഗ്രമായ ഒരു ആരോഗ്യപ്രദമായ ഒരവസ്ഥയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. പ്രകൃതി ജീവനം, പ്രകൃതി കൃഷി ചേർന്ന് പോകുന്ന രണ്ട് വാക്കുകളാണ്, രണ്ട് ജീവിതമാണ്. എന്താണ് പ്രകൃതി ജീവനം? പ്രകൃതി കൃഷിയിലൂടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം, പഞ്ചഭൂതങ്ങളുടെ ശുദ്ധമായ ഉപയോഗം, ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യം ശുദ്ധമായിട്ട് തീരുന്നു. രോഗമില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ സങ്കേതം ആശ്രമത്തിൽ പ്രകൃതി ജീവനവും പ്രകൃതി കൃഷിയും ഒരുമിച്ച് ആണ് ഇവിടെ പോകുന്നത്. പല സ്ഥലത്തു നിന്നും ഇവിടെ ആൾക്കാർ വരികയും ഇവിടെയുള്ള ഈ ഭക്ഷണം ആസ്വദിച്ച് ഒരു ജീവിതശൈലി പഠിച്ച് രോഗമായിട്ട് വരുന്നവർ അതിനെ കറക്റ്റ് ചെയ്ത് ഈ ഭക്ഷണക്രമത്തിലൂടെ രോഗമില്ലാത്ത ഒരവസ്ഥയിലേക്ക് സന്തോഷത്തോടുകൂടി തിരികെ പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കണ്ട് സന്തോഷിക്കാറുണ്ട്. അതായത് ശുദ്ധമായിട്ടുള്ളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് രോഗങ്ങൾ ഇല്ലാതാകുന്നു. നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പല സ്ഥലത്തു നിന്നും ആൾക്കാർ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, 15 പേർക്ക് വരെയുള്ള ഭക്ഷണ സാധനങ്ങൾ ഡെയിലി നമ്മൾക്ക് ഇവിടെ ഈ രീതിയിലൂടെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾ ശുദ്ധമായിട്ടുള്ള രീതിയിലും രുചികരമായിട്ടുള്ള രീതിയിലും നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുന്നുണ്ട്. അമിതമായിട്ടുള്ള മുളകോ അമിതമായിട്ടുള്ള
ഉപ്പോ അമിതമായിട്ടുള്ള പുളിയോ ഒന്നുമില്ലാതെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് രോഗങ്ങൾ ഇല്ലാതാകുന്നു. അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മൾക്ക് രോഗത്തെ വിളിച്ചു വരുത്തുന്നു. അമിതമായിട്ടുള്ള വറ്റൽമുളക് പൊടിയും പുളിയും നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾക്ക് രോഗങ്ങളുണ്ടാകുന്നു. അതുപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന ഈ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് രോഗത്തെ വിളിച്ചു വരുത്തുന്നു. അപ്പം നമ്മളുടെ പ്രകൃതി ജീവനം എന്താണ്, അല്ലെ പ്രകൃതി കൃഷി എന്താണ്? ഈ പ്രകൃതി ജീവനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രകൃതിയിലുള്ള വസ്തുക്കളെയും പ്രകൃതിയിലുള്ള വിഭവങ്ങളെയും ആഹരിച്ച് പഞ്ചഭൂതങ്ങളെ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് പ്രകൃതി ജീവനം എന്ന് പറയുന്നത്. ഈ പ്രകൃതി ജീവനത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മൾക്ക് ആരോഗ്യത്തോടു കൂടി ജോലി ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് നമ്മൾക്കത് എത്തിച്ചു കൊടുക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ഒരു ജീവിതശൈലിയാണ്.